ഈ 50 ലക്ഷം രൂപയെ മാക്സിമം വീടിന്റെ ബഡ്ജറ്റ് പോകാൻ പാടുള്ളൂ. നമ്മൾ പലരും നമ്മൾക്ക് വീടുകളൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ വലിയ ഡ്രീം ആയിരിക്കുമല്ലോ, ആ സ്വപ്നത്തിൽ നമ്മുടെ വീടുകൾ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്യും. വീട് ഈ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് പോലും ക്ലാരിറ്റി വല്ലാത്ത കുറവുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുക ചെറിയച്ഛൻ്റെ വീട്, അനിയൻ്റെ വീട്, വലിയച്ഛൻ്റെ വീട്, അല്ലെങ്കിൽ ഏട്ടൻ്റെ വീട്, പെങ്ങളുടെ വീട്, അനിയത്തി, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തായിരിക്കും നമ്മളൊരു ബഡ്ജറ്റൊക്കെ ഫ്രെയിം ചെയ്യുക. അതും ഒരു വേഗ് ബഡ്ജറ്റായിരിക്കും. അപ്പോൾ അത് ബഡ്ജറ്റ് എക്സീഡ് ചെയ്ത് പോകും, പിന്നീട് അതൊരു ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെ നിരവധി വാല്യുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബഡ്ജറ്റിന് എപ്പോഴും ഒരു ട്രിക്ക് ഉണ്ട് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാൻ വീടിന്. അത് ആ രീതിയിലാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീട് അതിപ്പോൾ 30,000 ആണെങ്കിൽ, എത്രയാണെങ്കിലും വരുമാനം 3 ലക്ഷം ആണെങ്കിലും എടുക്കുക. അത് ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 50,000 രൂപ വരുമാനം കൊണ്ട് എടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, the budget of the house must be directly related with the income of household. ആ വീട്ടിലെ മുഴുവൻ ആളുകളുടെ മെമ്പേഴ്സിന്റെ ഹൗസ് ഹോൾഡ് ഇൻകത്തിന്റെ പാരാമീറ്റർ ലിങ്ക്ഡ് ആയിരിക്കണം ബഡ്ജറ്റ്. അതിന്റെ എക്സാമ്പിൾ എങ്ങനെ പറയുന്ന പറഞ്ഞാൽ, നമുക്ക് ഒരു 50,000 രൂപ പ്രതിമാസം വരുമാനമുള്ള ഒരു വീടാണ് വയ്ക്കുക. അപ്പൊ 50,000 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 50. ക്ലിയർ ആയോ? ഇൻറ്റു 1 lakh. അപ്പൊ 50 ലക്ഷം. ഈ 50 ലക്ഷം രൂപയെ മാക്സിമം വീടിന്റെ ബഡ്ജറ്റ് പോകാൻ പാടുള്ളൂ. അതിന്റെ താഴത്തേക്കുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, ആ കുടുംബത്തിന്റെ ഡ്രീമിനനുസരിച്ചുള്ള വീടേ കിട്ടാവും. ക്ലിയർ ആയോ ലോജിക്ക്? അതായത് ഇതേപോലെ അടുത്ത എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 30,000 രൂപ ശമ്പളമുള്ള വീടാണെങ്കിൽ 30,000 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 1 lakh. അപ്പോൾ എത്രയായി? 30 ലക്ഷത്തിന് മുകളിലുള്ള വീട് കിട്ടാനേ പാടില്ല ഒരിക്കലും. അത് ബാധ്യതയിലേക്ക് പോകും, റൈറ്റ്? ഹൗസ് ഹോൾഡ് ഇൻകത്തിൻ്റെ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ആ ഒരു മെത്തഡോളജി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ഓൾവേസ് ഇത് മാക്സിമം ആയിരിക്കണം. ഇതിൻ്റെ താഴെ എത്രത്തോളം നമുക്ക് താത്താൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ കുടുംബം സ്ട്രോങ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ഐദർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറൗണ്ട് 10% സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്.